ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് മുല്ല. അതിൻ്റെ നിറം കൊണ്ടും അതിൻ്റെ ഭംഗി കൊണ്ടും അതിൻ്റെ മണം കൊണ്ടും ഒക്കെ നമുക്കൊരു ചെറിയ ചെടിയെങ്കിലും നട്ടുപിടിപ്പിക്കാനുള്ള സ്ഥലമോ സൗകര്യമോ ഉണ്ടെങ്കിൽ നമ്മളൊരു മുല്ല നട്ടുപിടിപ്പിക്കാറുണ്ട്. എന്നാൽ ഈ വേനൽക്കാലത്താണെങ്കിൽ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ പോലും മുല്ല നിറയെ പൂവിടാറുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മഴക്കാലത്തിന് ശേഷവും എന്തിന് മഴക്കാലത്ത് പോലും നമുക്ക് ഇഷ്ടം പോലെ പൂക്കൾ മുല്ലയിൽ നിന്ന് കിട്ടും. അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ ചെടികളൊക്കെ ചട്ടികളിലൊക്കെയാണ് വളർത്തുന്നതെങ്കിൽ തുടർച്ചയായ മഴ വരുന്ന അവസരത്തിൽ ചട്ടികളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കാറുണ്ട്. ഒരു കാരണവശാലും മുല്ലയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. മുല്ലയുടെ വേരുകളെല്ലാം തന്നെ ചീഞ്ഞു പോകും. അപ്പൊ ഞാൻ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ചെടി കാണിച്ചു തരാം. മുല്ലയല്ല, ആർക്കും ബുദ്ധിമുട്ട് തോന്നിക്കരുത്. അപ്പൊ കാണിച്ചു തരാവേ. ഇതൊരു അടീനിയത്തിന്റെ ചെടിയാണേ. ഈ ചെടിച്ചട്ടിയിലോട്ട് നോക്കിയാൽ നമുക്കറിയാം, ഇവിടെ കണ്ടോ വെള്ളം കെട്ടി നിൽക്കുക. കണ്ടോ, അടീനിയത്തിന് ഒട്ടും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ലാത്ത ചെടിയാണ്. പക്ഷെ ഇതിന്റെ ചുവട്ടിൽ ഇപ്പം വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ ചെടിയുടെ ഡ്രെയിനേജ് ഹോള്, വെള്ളം വാർന്നു പോകുന്നതിന് ആവശ്യമായ ഹോള് അടഞ്ഞു പോയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് വൃത്തിയാക്കി നോക്കണം. അപ്പൊ ഞാനിതൊന്ന് നോക്കട്ടെ. വെള്ളം കുറച്ച് മറിച്ച് കളയാം. കണ്ടോ, ഇതുപോലെ വെള്ളം ഇതിനകത്തുണ്ട്. ഇത് ഈ വേരുകളൊക്കെ ഉണ്ടോ, ഇതിന്റെ വേര് വന്ന് ഇങ്ങനെ തങ്ങി നിന്നിട്ട് ഇതിന്റെ ഹോൾ അടഞ്ഞു പോയതാണേ. ഇപ്പൊ ഞാൻ ഈ വേരിനിട്ട് കുത്തിക്കഴിഞ്ഞാൽ ഈ ചെടി മൊത്തമായി ചീഞ്ഞു പോകും. ചെറിയൊരു മുറിപ്പാട് പോലും അടീനിയത്തിനുണ്ടാകാൻ പാടില്ല. അപ്പം വെള്ളം കെട്ടി നിന്നാൽ പോകും. പിന്നെ ഇതേപോലെ തന്നെ ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ചെടിയുടെ ചുവട്ടിലെ മണ്ണ് കുഴഞ്ഞ് ഒരു ചെളി പോലെ ആകുന്ന അവസരത്തിലും ഇതേപോലെ ചെടി ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാം. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ ഇവരെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഈ ചെടി ഇതിൽ നിന്ന് പിഴുതു മാറ്റി പാത്രം വൃത്തിയാക്കി പുതിയ പാത്രത്തിലേക്ക് നട്ടുപിടിപ്പിക്കുന്നതാണ് നല്ലത്. നല്ല നീർവാർച്ചയുള്ള മണല് ചേർന്ന മണ്ണിലാണ് നമ്മൾ മുല്ല നട്ടുപിടിപ്പിക്കേണ്ടത്. അങ്ങനെയുള്ള മണ്ണിലാണ് മുല്ല നന്നായി വളരുകയും നിറയെ പൂക്കൾ തരികയും ചെയ്യുന്നത്. മുല്ലയിൽ കണ്ടോ, ഇതുപോലെ പൂക്കൾ വന്ന് പോയി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇതിനെ പ്രൂൺ ചെയ്യണം. അപ്പൊ ഇത് പൂക്കൾ വന്ന് കൊഴിഞ്ഞു പോയിട്ടുള്ളതാണ്. അപ്പൊ നമുക്കൊരു 2 ഇലകൾ താഴെ വെച്ചിട്ട് ഇതേപോലെ മുറിച്ചു കളയാം. പക്ഷെ ഇത് ഇവിടുന്ന് ശിഖരം വന്ന് അതിൽ മുട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ കുഴപ്പമില്ല. നമ്മളിത് ഇതേപോലെ സാധാരണ പ്രൂണിങ് എന്ന് പറഞ്ഞാൽ പൂക്കൾ വന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ ഒരു 2 ഇല അല്ലെങ്കിൽ ഒരു 3 ഇല താഴെ വെച്ചിട്ട് മുറിക്കുന്നതാണ്. എന്നാൽ മഴക്കാലത്താണെങ്കിൽ നമുക്ക് ഈ ചെടിയെ കുറച്ചും കൂടെ താഴെ കമ്പുകൾ ഉൾപ്പെടെ വെച്ച് പ്രൂൺ ചെയ്ത് ഇതിനെ നമുക്ക് ഷേപ്പിലാക്കി മാറ്റാൻ പറ്റും. ഇപ്പൊ ഇതിനാണ് ഞാൻ കുറച്ചുകൂടെ താത്തിട്ട് ഈ ഒരു ലെവലില് കണ്ടോ ഇതേപോലെ മുറിച്ചു കളയുവാണേ. അപ്പം ചെടി നല്ല കുറ്റിച്ച് നിൽക്കും. കണ്ടോ, ഇവരെ നമ്മളിതേ ഇങ്ങനെ അങ്ങോട്ട് ഇതിന് കണ്ടോ ഫംഗസ് പിടിച്ചിട്ടുണ്ട്. മഴക്കാലത്ത് വരുന്ന കുഴപ്പങ്ങളാണ് ഇതൊക്കെ. കണ്ടോ, അപ്പം ഞാൻ ഇതേപോലെ ഈ കമ്പുകളെ മുറിച്ചു കളയുവാണേ. ഇങ്ങനെ നമ്മൾ കമ്പുകളെ നല്ലോണം ആഴത്തിൽ തന്നെ നല്ലോണം താഴ്ത്തി മുറിച്ചു കളയുന്നതിന് നമ്മൾ പറയുന്നത് ഹാർഡ് പ്രൂണിങ് എന്നാണ്. മഴക്കാലത്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഹാർഡ് പ്രൂണിങ്. ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പം ചെടിക്ക് നല്ല ഷേപ്പ് കിട്ടും. ഇങ്ങനെ ചെയ്തു കൊടുത്താലാണ് മുല്ലകള് കുറ്റിച്ച് നിന്ന് നിറയെ പൂവ് തരുന്നത് കേട്ടോ. അപ്പൊ നമ്മളിതേ ഇതേപോലെ പ്രൂൺ ചെയ്തു കൊടുത്തു. അങ്ങനെ എല്ലാ മുല്ലകൾക്കും ചെയ്യാം. ഇവിടെ പക്ഷേ കണ്ടോ, ഇങ്ങനെ ഞാൻ 2 കമ്പ് 2 ഇലകൾ താഴെ വെച്ച് മുറിച്ചു വിട്ടത് കൊണ്ട് ഇതിൽ പലയിടത്തും കണ്ടോ ഇതേപോലെ നിറയെ മുട്ടുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന് ചെയ്യുന്നില്ല. ഇത് കണ്ടോ, ഈ പൂ തീർന്നത് കാരണം ഇതിന് നമുക്കൊന്ന് ചെയ്തു കൊടുക്കാവേ. കണ്ടോ, ഇങ്ങനെ ചെയ്യണം. ഈ പ്രൂൺ ചെയ്ത് കൊടുത്താലത്തെ ഗുണം എന്നാന്നറിയോ, ഈ പ്രൂൺ ചെയ്ത ഭാഗത്ത് നിന്ന് ഇപ്പം ഇവിടെ ഞാൻ ഈ കമ്പ് ഇവിടെ വെച്ച് പ്രൂൺ ചെയ്തതാണേ. അപ്പൊ 2 ശിഖരങ്ങൾ വന്ന് 2ലും നല്ല പോലെ മുട്ടുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മുല്ലയ്ക്ക് നിർബന്ധമായും നമ്മൾ പ്രൂണിങ് ചെയ്തു കൊടുക്കണം. അതൊരു പൂക്കൾ നിറയെ ഉണ്ടാകാനുള്ള നല്ലൊരു ടെക്നിക്കാണത്. ഇത് ഒരു അടുക്കുമുല്ലയാണേ, കട്ടമുല്ല എന്നൊക്കെ പറയുന്നത്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ പൂക്കളൊക്കെ വരുന്നുണ്ട്. ഇവിടെ പൂ വന്ന ഭാഗം മുറിച്ചപ്പം പുതിയ ശിഖരം വന്നുണ്ടാകുന്നതാണ്. പക്ഷെ ഇപ്പൊ മഴക്കാലത്താണ് നല്ലോണം പ്രൂണിങ് നടത്താൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ചെടിയും കുറച്ച് താഴെ വെച്ച് തന്നെ നല്ലോണം ഹാർഡ് പ്രൂണിങ് ചെയ്തു കൊടുക്കുവാണേ. അപ്പൊ ചെടിക്ക് നല്ല ഷേപ്പ് കിട്ടും. കണ്ടോ, ഈ മുറിച്ചു കളയുന്ന കമ്പുകൾ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉപയോഗിക്കാനും പറ്റും.
അപ്പൊ നല്ല ഷേപ്പിൽ നിൽക്കട്ടെ. കുറച്ച് താത്ത് തന്നെയാണ് ഞാൻ മുറിച്ചു വിട്ടിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ നല്ലോണം മുറിച്ചു കൊടുക്കാം. ഇനി നമ്മൾ വളപ്രയോഗമാണേ. നമ്മൾ വേനൽക്കാലത്ത് പലതരത്തിലുള്ള സ്ലറികളും ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. മുല്ലയ്ക്കൊക്കെ പ്രത്യേകിച്ച് നിറയെ പൂവിടാൻ വേണ്ടി ഒത്തിരി സഹായിക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ ഈ മഴക്കാലത്ത് അത്തരത്തിലുള്ള സ്ലറികൾ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ ഫംഗസ് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഈ മഴക്കാലത്ത് ചെയ്യുന്ന വളപ്രയോഗം ഏത് രീതിയിലാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. അപ്പം വളപ്രയോഗം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഈ ചെടിയുടെ ചുവട്ടിലുള്ള കളകളെല്ലാം നമ്മൾ ആദ്യം തന്നെ പറിച്ചു മാറ്റണം. കണ്ടോ, അപ്പൊ ഇതിനകത്ത് തന്നെ കണ്ടോ എന്തുമാത്രം കളകളാന്ന് കണ്ടോ. ഈ മഴ വന്ന ഉടനെ അത് എവിടുന്നാണ് പൊടിഞ്ഞത് കയറി വരുന്നതെന്ന് പറയാൻ പറ്റിയില്ല. അപ്പൊ ഇങ്ങനെ കളകൾ ഉണ്ടാകും. എന്തായാലും നമ്മുടെ ചെടികളുടെ, ഇപ്പം പച്ചക്കറി ചെടികളുടെ ആയാലും പൂച്ചെടികളുടെ ആയാലും എല്ലാം ചുവട്ടില് കളകൾ നല്ലവണ്ണം ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ അവർക്ക് കൊടുക്കുന്ന വളം ഇവര് നല്ലൊരു പരിധി വരെ വലിച്ചെടുത്ത് ആർത്ത് വളരുകയും ചെയ്യും. ഇപ്പൊ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ വളം ഇട്ട് കൊടുത്ത ചെടി വളരുന്നതിനേക്കാളും കാര്യമായിട്ടാണ് ഈ കളകൾ വളരുന്നത് അല്ലെ. അപ്പൊ എന്താ ഇത്രയും കളകളാണ് ഇതിന്റെ ചുവട്ടിലുണ്ടായിരുന്നത്. അപ്പൊ ഞാനിത് പറിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ ചുവട്ടിലെ മണ്ണ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് കണ്ടോ, ചെറിയ ചെറിയ വേരുകളൊക്കെ ഉണ്ട് ഇവിടെ. ആ ചെറിയ ചെറിയ വേരുകൾ പൊട്ടുന്ന പോലെയാണ് നമ്മൾ ഇളക്കുന്നത്. അല്ലെ, നമ്മൾ ഇളക്കുമ്പോൾ അത്തരത്തിലുള്ള വേരുകൾ പൊട്ടാറുണ്ട്, ചെറിയ ചെറിയ നാര് വേരുകൾ. ആ വേരുകൾ പൊട്ടുമ്പം ആ പൊട്ടിയ ഭാഗത്തു നിന്ന് പുതിയ പുതിയ കുഞ്ഞു വേരുകൾ ഉണ്ടാകും. ആ കുഞ്ഞു വേരുകളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം വലിച്ചെടുക്കുന്നത്. അപ്പൊ അതിനാണ് നമ്മൾ ഇതുപോലെ ചുവട് നല്ലതുപോലെ ഒന്ന് ഇളക്കുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെടിയുടെ ചുവട് ഇളക്കി കൊടുത്തു. ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന വളം ഞാൻ കാണിച്ചു തരാവേ. ഇത് ഞാൻ കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ മുല്ലകൾക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ടാണ് ഇത്രയും ചാണകപ്പൊടി ഞാൻ എടുത്തിരിക്കുന്നത്. ഇത്രയും ചാണകപ്പൊടിയിലേക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, 1-2 പിടി വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കാം. വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കുന്നത് ഫംഗസുകളുടെയും മണ്ണിൽ നിന്ന് വരുന്ന പല രോഗങ്ങളെയും നിമാവിരകളെയും ഒക്കെ ഇല്ലാതാക്കുന്നതിനെ സഹായിക്കുന്ന ഒരു വളവും കൂടെയാണ് ഈ വേപ്പിൻ പിണ്ണാക്ക്. അപ്പൊ ഞാൻ ഈ വേപ്പിൻ പിണ്ണാക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേ. കണ്ടോ, 1-2 പിടി വേപ്പിൻ പിണ്ണാക്കാണ് നമ്മൾ ഉപയോഗിച്ചത്. നമ്മുടെ ചെടികളുടെ എണ്ണത്തിനും അവർക്ക് ഇട്ട് കൊടുക്കേണ്ടുന്ന ആവശ്യത്തിനും അനുസരിച്ചാണ് നമ്മൾ ഇതിന്റെയൊക്കെ അളവ്. അപ്പം ആദ്യം ചാണകപ്പൊടിയാണ്, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്. ഇതിനകത്തേക്ക് ഇതുപോലെ 2 പിടി എല്ലുപൊടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇനി ഇത് അതുപോലെ തന്നെ 2 പിടി കൂട്ടുവളമാണ്. അപ്പൊ ഇതും ഇതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും. ഇനി ഇതിനകത്തോട്ട് ചെയ്യേണ്ട എന്നാന്നറിയോ, ഇത് എപ്സം സോൾട്ട് ആണ്. എപ്സം സോൾട്ടിന്റെ 1 സ്പൂണിന്റെ ആവശ്യമുള്ളൂ. അപ്പം ഇതേപോലെ എപ്സം സോൾട്ട് എടുത്തിട്ട് കുറച്ച് എപ്സം സോൾട്ട് ഇതിനകത്തേക്ക് ഇട്ടു. ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ ചെയ്യുവാണ്. കൈകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരെ ഗ്ലൗസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടൂൾസ് ഉപയോഗിച്ചോ നമുക്ക് ഇളക്കി ചേർക്കാം. ഞാൻ ഇതുപോലെ കൈ വെച്ചിട്ടാണ് ഇളക്കി ചേർക്കുന്നത്. അപ്പം നമ്മളിട്ട സാധനങ്ങളെല്ലാം ഇതിനകത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ചേരും. കണ്ടോ, അപ്പം ഞാൻ നല്ലവണ്ണം ഇതിനെ മിക്സ് ചെയ്ത് ചേർക്കും. ഇത് നമ്മളിപ്പോൾ ചുവട് ഇളക്കിയ ചെടിയാണേ. അപ്പം ഇതിൻ്റെ തണ്ടയിലൊന്നും മുട്ടണ്ട, കുറച്ച് ഇങ്ങോട്ട് മാറ്റി ഇതേപോലെ ഇട്ട് കൊടുക്കണം. കണ്ടോ, ഈ മഴക്കാലത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ നനയ്ക്കാനൊന്നും നിൽക്കേണ്ട, ഇപ്പം തന്നെ അടുത്ത മഴ വരും. കണ്ടോ, ഇത്രയും കാര്യം ചെയ്താൽ മതി. നമ്മുടെ മുല്ല നിറയെ പൂക്കളായിട്ട് നിൽക്കും മഴക്കാലത്ത് പോലും. അപ്പം ഇതിന് നാമ്പ് വരുന്നതിലെല്ലാം പുതിയ മുട്ടുകളായിരിക്കും വരുന്നത്. അപ്പം ഇതിനെ ഞാൻ ഇതിൻ്റെ സ്ഥലത്തേക്ക് വെക്കുവാണേ. ഇതിൻ്റെ ചുവടും നമുക്ക് ഇച്ചിരി ഇളക്കിയിട്ട് വളം കൊടുക്കാവേ. എന്താ, മണ്ണൊക്കെ നല്ലോണം ഇളകി തന്നെയാണ് കിടക്കുന്നത്. അപ്പം നേരത്തെ മണ്ണിനെ നമ്മൾ ചെടിയുടെ ചുവട്ടിലോട്ട് അടുപ്പിച്ച് കൊടുത്തിട്ട് പുതിയ വളമിടുന്നത് മാറ്റിയിട്ട് കൊടുക്കണേ. അപ്പം ഞാൻ നമ്മൾ കൂട്ടിയ വളമാണിത്. ഇതിൻ്റെ തണ്ടിൽ നിന്ന് മാറ്റി കുറേശ്ശെ ഇട്ട് കൊടുക്കുക.  മഴക്കാലത്ത് നമ്മുടെ ചെടികളിൽ ഫംഗസുകളുടെയും നിമാവിരകളുടെയും ഒക്കെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്ന ഒരു വളവും കൂടെയാണ് ഈ വേപ്പിൻ പിണ്ണാക്ക്. അപ്പം നമ്മൾ ഇട്ട സാധനങ്ങളെല്ലാം ഇതിനകത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചേരും. കണ്ടോ,
കീടങ്ങളുടെയും ശല്യം വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇപ്പൊ മുല്ലയ്ക്കാണെങ്കിൽ നമുക്കറിയാം, മുല്ല മുട്ടുകളൊക്കെ ബ്രൗൺ നിറത്തിലേക്കായി മാറിപ്പോകുക, വിരിയാതിരിക്കുക, പകുതി മാത്രം വിരിയുക, പൂക്കൾ മഞ്ഞ നിറത്തിലേക്ക് മാറുക, അങ്ങനെ പലതരത്തിലുള്ള കീടങ്ങളുടെ ശല്യം ഇവർക്കുണ്ടാകാറുണ്ട്. അതുപോലെ നമ്മൾ ഇതിന്റെ കമ്പ് വെട്ടിയപ്പോൾ കണ്ടതാണ്, ഇതിനകത്ത് ഫംഗസുകളുടെ ശല്യം ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, തണ്ട് വെളുത്തിരിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഫംഗസുകളുടെയൊക്കെ ശല്യം വരാറുണ്ട്. മഴക്കാലത്ത് മുല്ലയ്ക്കുണ്ടാകുന്ന രോഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ഫംഗസ് രോഗങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കുന്നത് സാഫാണ്. ഇതുപോലെ നമുക്ക് പാക്കറ്റിൽ, ഇതുപോലെ വലുതും ചെറുതുമായിട്ടുള്ള പാക്കറ്റുകളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ ഒരു 2 അല്ലെങ്കിൽ 3 ഗ്രാം സാഫ് എടുത്ത് 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ലായനിയാണിത്. അപ്പൊ ഇത് നല്ലോണം ഇളക്കിയിട്ട് ഈ ചെടിയുടെ ഇലകളുടെയും തണ്ടുകളുടെയും മുകളിലും താഴെ എല്ലാം വരത്തക്ക രീതിയിൽ നല്ലവണ്ണം നമ്മളങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഫംഗസിന്റെ രോഗത്തിനെ മാറ്റാൻ വളരെ നല്ലൊരു മരുന്നാണ് സാഫ്. ഒരു ചെറിയ നീല നിറവും കാണും. ഇപ്പം നമ്മൾ സാധാരണ നേഴ്സറികളിൽ നിന്നൊക്കെ ചെടികൾ വാങ്ങിക്കുവാണെങ്കിൽ അതിലൊക്കെ ഇങ്ങനെ നീല നിറം പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാം. അത് അവർ നന്നായിട്ട് രോഗങ്ങൾ വരാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ മുല്ലയിൽ മഴക്കാലത്ത് പോലും നിറയെ പൂക്കൾ ഉണ്ടായി കിട്ടുവേ. ഇത്രയും മുല്ലകളാണ് എനിക്കിവിടെ ഉള്ളത്. ഇത് കട്ടമുല്ല അല്ലെങ്കിൽ അടുക്കുമുല്ല എന്ന് പറയുന്നതാണ്. നമ്മൾ ഇന്ന് പ്രൂൺ ചെയ്തതാണ്. ഇത് രണ്ടും സാധാരണ കുറ്റിമുല്ലകളാണ്. കുറ്റിമുല്ലകളെ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മാത്രമേ കുറ്റിയായിട്ട് നിൽക്കത്തുള്ളൂ. എന്നാൽ ഇത് കക്കടമുല്ല എന്ന് പറയുന്ന ഒരു മുല്ലയാണ്. കണ്ടോ, ഇതുപോലെ പൂക്കൾ വരും, നിറയെ കുലകളായിട്ട് പൂക്കൾ വരുന്ന ഒരു ചെടിയാണ്. ഇത് കണ്ടോ, ഇത് മരമുല്ലയാണ്. ഇതിനെ കണ്ടോ, ചെറുതായിട്ട് മുട്ടുകൾ വന്നു തുടങ്ങി കേട്ടോ. അത് 1ഉം 2ഉം അല്ല, ഇത് നിറച്ചും വന്നിട്ടുണ്ട്. ചെറിയൊരു ചെടിയാണ്. ഞാൻ വാങ്ങിച്ചങ്ങോട്ട് ചുവട് പിടിപ്പിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു സബ്സ്ക്രൈബർ എന്നോട് കുറച്ച് നാള് മുന്നേ മരമുല്ല ഉണ്ടോ, മരമുല്ല കാണിക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനിന്ന് പറഞ്ഞു തന്നത്. ഇതുപോലെ പെട്ടെന്ന് നിറയെ നല്ല മണമുള്ള പൂക്കൾ തരുന്ന ചെടിയാണ് മരമുല്ല. ഇങ്ങനെ നമ്മളെ പ്രൂൺ ചെയ്യുമ്പം വെട്ടിക്കളയുന്ന കമ്പുകൾ എന്ന് പറഞ്ഞാൽ തീരെ ഇളം കമ്പുകളും ഉപയോഗിക്കാൻ പാടില്ല, ഒത്തിരി മൂത്തുപോയ കമ്പുകളും ഉപയോഗിക്കരുത്. അപ്പൊ ഈ ചെടിയുടെ ആണെങ്കിൽ ഞാൻ ഇവിടെ ഒക്കെ വെച്ചിട്ട് മുറിച്ചു കളയുവാണ്. പറ്റുന്നത്ര ഇലകൾ ഒഴിവാക്കിയതിന് ശേഷം വേണം നമുക്ക് നട്ടുപിടിപ്പിക്കാൻ. അപ്പൊ ഇതേപോലെ നമ്മൾ പ്രൂൺ ചെയ്യുമ്പം കിട്ടുന്ന ഈ കമ്പുകൾ മതി പുതിയ ചെടിയെ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പൊ അത് ഒന്നും ചെയ്യണ്ട, ഇതേപോലെ എടുത്തിരിക്കുന്ന നമ്മളുടെ മണ്ണിലേക്ക്, വെറുതെ ഉള്ള മണ്ണാണെങ്കിലും കുഴപ്പമില്ല, ഇതിനകത്തേക്ക് നമ്മളിങ്ങനെ അങ്ങോട്ട് കുത്തിവെച്ചാൽ മതി, കിളുത്തോളും. അപ്പൊ ഒരു 2-3 കമ്പ് വെക്കാം. നമുക്കിപ്പോൾ ചിലപ്പോഴാണെങ്കിൽ എല്ലാ കമ്പുകളും കിളുക്കണം എന്നില്ല. അപ്പം ഏതെങ്കിലും കിളുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കിളുത്തതിനെ എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഇത്രയും കുത്തി വെക്കുക. നമ്മൾ കമ്പുകൾ കുത്തി വെച്ചതിന് ശേഷം ഇതേപോലെ നല്ലവണ്ണം ആ ചുവടും, നമ്മളിപ്പം നട്ട കമ്പിന്റെ ചുവട് ഉൾപ്പെടെ നനയത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കുക. എവിടെയെങ്കിലും തണലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. ഒരാഴ്ചക്കുള്ളിൽ ഇതിന് മുള വന്ന് തുടങ്ങും. അപ്പൊ എല്ലാവരും ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. നമുക്ക് ഈ മഴ മാറിയാലുടനെ അല്ലെങ്കിൽ മഴക്കാലത്ത് പോലും നമ്മളുടെ വീട്ടിലെ മുല്ലകൾ നിറയെ പൂക്കളുമായിട്ട് നിൽക്കും. എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.